എനിക്കൊരു ചെക്കനെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം രാവിലെ എനിക്ക് വന്ന കോള് ആളുടെ സൂയിസൈഡ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങളോട് ഇതൊരിക്കലും ഷെയർ ചെയ്യില്ല എന്ന് ഞാൻ വിചാരിച്ച കാര്യമാണ്. പക്ഷെ എന്തോ പറയാൻ തോന്നി. എന്റെ ഒരു വർഷത്തെ പ്രണയം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞ് താഴത്ത് വീണു. പ്രഷനും സെൽഫ് ഹാമിങ്ങും സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര മോശം അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ഓജോബോർഡും വെച്ച് കാത്തിരുന്നിട്ടുണ്ട്, ആളൊന്ന് വന്ന് ആളോട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. കാര്യം എന്താണെന്നോ കാരണം എന്താണെന്നോ ഇപ്പോഴും എനിക്കറിയില്ല. 1.5 വർഷം എടുത്തു എനിക്ക് ആ ട്രോമയിൽ പുറത്തു വരാൻ വേണ്ടിയിട്ട്. എന്റെ ജിം ജേണി തുടങ്ങുന്നതും അവിടെ നിന്നാണ്. ഇന്നെന്റെ ലൈഫിൽ ഞാൻ എവിടെ നിൽക്കുന്നു അതെല്ലാം ഞാൻ പണ്ടെടുത്ത ആ ഒരൊറ്റ ഡിസിഷൻ കാരണമാണ്. സ്നേഹിച്ചവരിട്ടിട്ട് പോകുന്ന വേദന ഉണ്ടല്ലോ, അത് അനുഭവിച്ചവർക്കേ അറിയൂ അതിന്റെ ആഴം എത്രയാണ്. ഇന്ന് എന്റെ 18 വയസ്സിന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് 4 ദിവസമേ ആയിട്ടുള്ളൂ. എല്ലാ ഹോപ്പും വിട്ട് സൂയിസൈഡിന്റെ വക്കിൽ നിന്നെയാണ് ഞാൻ. അവിടെ നിന്നാണ് ജിമ്മിൽ പോയി ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് കോമ്പറ്റീഷൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതം ഒന്നൊന്നായിട്ട് ഞാൻ തിരിച്ചു പിടിച്ചത്. ഇത് മാത്രമല്ല കേട്ടോ, ലൈഫിലും ഫാമിലിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വാശിയാണ് ജീവിക്കാനും ജീവിച്ച് കാണിക്കാനും വേണ്ടിയിട്ട്. നമ്മളെ തളർത്താനും കുറ്റപ്പെടുത്താനും ഇട്ടിട്ട് പോകാനൊക്കെ ഒരുപാട് പേര് ലൈഫിലുണ്ടാവും. നമുക്ക് മാത്രമേ അറിയൂ നമ്മൾ ഏതൊക്കെ അവസ്ഥയിൽ കൂടെയാണ് പോയിട്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളൊക്കെ എന്തൊക്കെ വന്നാലും ലൈഫിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എല്ലാവരും ദിവസം ഓക്കെ ആവുന്നേ. അപ്പോൾ നാളെ കാണാം. ടാറ്റ.